ഓം ശാന്തി. എനിക്ക് ഇക്കാര്യം നിങ്ങളടുത്ത് പറയുമ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ, എത്ര പേര് വിഷമിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. ആരും വിഷമിക്കാതെ ഇത് കേൾക്കാനുള്ള ഒരു മനസ്സ് അവർ കാണിക്കട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താ അറിയോ, ഒരു കാര്യവും പുറമെ നിന്ന് ആരംഭിക്കുന്നില്ല. സങ്കടപ്പെടുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അത് സാമ്പത്തിക പ്രതിസന്ധിയാവട്ടെ, ജീവിതത്തിലെ സംഘർഷങ്ങളാവട്ടെ, സംബന്ധത്തിലെ സംഘർഷങ്ങളാവട്ടെ, ആരോഗ്യത്തിലെ സംഘർഷങ്ങളാവട്ടെ, ഏത് രീതിയിൽ നമ്മൾ നോക്കിക്കോളൂ, എല്ലാവർക്കും കാരണങ്ങൾ പറയാനുണ്ടാവുന്നത് പുറമെ നിന്നായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മളതിൽ കുടുങ്ങിപ്പോയി. ഒരാളെന്നെ പറ്റിച്ചു കൊണ്ടുപോയി. അവരെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് തിരിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് എന്നെ പറ്റിച്ചു. ഇത്തരത്തിലൊരു ലിസ്റ്റ്, ഒരുപാട് പേരുടെ പ്രശ്നങ്ങളായിരിക്കും ഇത്തരത്തിലായിട്ടുള്ള ലിസ്റ്റ്. ആരോഗ്യത്തിൻ്റെ കാരണം പറയുകയാണെങ്കിൽ, പണ്ട് ഞാൻ ഫുൾ ഹെൽത്തി ആയിട്ട് നോക്കുമായിരുന്നു, അങ്ങനെ ചെയ്യുമായിരുന്നു, ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഈ ഒരു പ്രശ്നം, ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ മുതലാണ് എൻ്റെ മൈൻഡ് മാറി, ചെയ്യാനുള്ള മൂഡില്ലാണ്ടായി, അതില്ലാണ്ടായി, ഇതില്ലാണ്ടായി. ഈ കാരണങ്ങൾ കൊണ്ട് എൻ്റെ ഹെൽത്ത് വീക്കായി. സംബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പറയുകയാണെങ്കിലും, അവരത് ചെയ്തിട്ടില്ല, ഇവരത് ചെയ്തിട്ടില്ല, ഞാൻ ഇത്രയും ചെയ്തിട്ടും അവരതിന് വാല്യൂ ചെയ്തിട്ടില്ല, എന്നോട് ഇങ്ങനെ പെരുമാറിക്കൊണ്ടേയിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തന്നെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്, എറ്റ്സെട്ര എറ്റ്സെട്ര എറ്റ്സെട്ര. ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ എന്തൊരു പ്രശ്നം എടുത്ത് നോക്കിയാലും നമ്മൾ കണ്ടെത്തുന്ന കാരണങ്ങളിൽ ഏതെങ്കിലും ഒരു കാരണമെങ്കിലും നമ്മൾ അകത്തുനിന്ന് കണ്ടെത്തുമോയെന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടാവാറില്ല. ശരിയല്ലേ? എല്ലാ കാരണങ്ങളും നമ്മൾ പുറമെ നിന്നാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഇവിടെ തന്നെയാണ് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കിയാലേ ധനം വരൂ എന്നതായിരിക്കുന്ന സീക്രട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ആഗ്രഹിക്കുന്നത്. ആയിക്കോട്ടെ, കടത്തിൻ്റെ മാക്സിമത്തിൻ്റെ ചുഴിയിൽ കിടന്നോട്ടെ, അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാലോ. ശരി, എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. നാളെ ഒരാൾ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പൈസ കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ നിങ്ങളെ മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ ഫോണിലൂടെയോ ആയിട്ട് നിങ്ങളെ ഷൗട്ട് ചെയ്യുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട്, ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ, ഒന്നും നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും പറ്റിയാലല്ലേ ചെയ്യാൻ പറ്റൂ. വെറുതെ ഇരുന്ന് ടെൻഷൻ അടിച്ചിട്ട് കരഞ്ഞിട്ട് വിഷമിച്ചിട്ട് എന്നെക്കൊണ്ടാവുന്നില്ലല്ലോ എന്നൊരു 1000 വട്ടം സ്വയം അവനവനെ പഴിച്ചിട്ട് ഞാൻ എന്തിനത് ചെയ്തു, ഞാൻ എന്തിനത് ചെയ്തു എന്ന് കുറ്റം സ്വയം അവനവനെ കുറ്റപ്പെടുത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? അവിടെ ഒരു കാര്യം ചെയ്യുക, നിങ്ങളിങ്ങനെയുള്ള വേസ്റ്റ് ആയിരിക്കുന്നൊരവസ്ഥയിലാണെങ്കിൽ പോലും ചെയ്യേണ്ട ഒറ്റ കാര്യം, ഫുൾ സ്റ്റോപ്പ്. കൊടുക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിലാണ്, ആരെന്ത് പറഞ്ഞാലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യും, അവരോട് ചോദിച്ചാലോ ഇവരോട് ചോദിച്ചാലോ അങ്ങനെ ചെയ്താലോ, നിങ്ങളൊരു 1000 വട്ടം ചിന്തിച്ചാലും സൊല്യൂഷൻ കിട്ടാനില്ല. പിന്നെ എന്തിനാ ചിന്തിക്കുന്നത്? ഫുൾ സ്റ്റോപ്പ് ഇടുക. കുറച്ച് സമയം ഭഗവാന്റെ അടുത്ത്, എനിക്കൊന്നും ചെയ്യാൻ ഇനിയില്ല, എൻ്റെ എല്ലാം പൂർണ്ണമായി കഴിഞ്ഞു, ഇനി നീ എനിക്ക് എന്തെങ്കിലും വഴി കാണിക്കും, ഞാൻ നിൻ്റെ മുന്നിലിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിനെ പൂർണ്ണമായിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. എല്ലാത്തിനും ഒരു സ്ട്രെസ്സിൻ്റെ പീക്ക് സ്റ്റേജ് വന്നാൽ, ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു പോയിൻ്റ് എന്താ അറിയോ, ഞാൻ വിചാരിക്കും ഞാൻ മരിച്ചു എന്ന്. യെസ്, ഞാൻ മരിച്ചു എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ പേടിയായില്ലേ? മരണം എന്നുള്ള വാക്കുകൊണ്ട് പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഈ തോട്ട്സ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഫൈനലായിരിക്കുന്ന ഒരു സ്റ്റേജാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്കിപ്പോൾ എന്ത് ചെയ്യാനുള്ളത്? ആരയാളോട് പോയി ചോദിക്കാൻ? ആരോട് എന്ത് ഉത്തരം പറയാൻ? ഒന്നും ചെയ്യാനില്ല. സിമ്പിൾ, ഞാൻ മരിച്ചു, അവസാനിച്ചു. പെട്ടെന്ന് നിങ്ങൾ ആ ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അടുത്ത നിമിഷം ഉണ്ടല്ലോ, സബ് കോൺഷ്യസ് മൈൻഡ് പറയും സമാധാനമായി, എല്ലാ പ്രശ്നവും കഴിഞ്ഞു, അപ്പം ഇനി എന്താ ചെയ്യാനുള്ളത്? നത്തിങ് ടു ഡു. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഈശ്വരൻ്റെ മുന്നിലിരിക്കുക, റിലാക്സ്ഡ് ആയിട്ട്. ഇതെല്ലാത്തിൻ്റെ ഉറവിടമാണല്ലോ ഈശ്വരൻ. ശാന്തിയുടെ, സ്നേഹത്തിൻ്റെ, ശക്തിയുടെ, ആനന്ദത്തിൻ്റെ, ധനത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, ഊർജത്തിൻ്റെ, എല്ലാത്തിൻ്റെ ഉറവിടമാണ്. രചയിതാവാണ് ആ ഭഗവാൻ. ആ ഭഗവാന്റെ മുന്നിൽ ശാന്തമായിട്ടിരിക്കും. എനിക്കൊന്നും ചെയ്യാനില്ല, എല്ലാം കഴിഞ്ഞിരിക്കണം. സങ്കല്പിച്ച് നോക്കൂ, ഞാൻ മരിച്ചു. നിങ്ങൾ വിചാരിക്കും ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചു നോക്കൂ. അങ്ങനെ ഇരിക്കുന്നൊരു മൊമെൻ്റ് ഉണ്ടല്ലോ, മനസ്സ് സബ് കോൺഷ്യസ് മൈൻഡിനെ സംബന്ധിച്ചിടത്തോളം അത് ലാസ്റ്റ് സീനാണ്. ഇനി അപ്പുറത്തേക്കൊന്നും കാണാനും പറയാനും ഇല്ലല്ലോ. ആ ഒരു നിമിഷം വന്നാൽ അടുത്ത സെക്കൻഡിൽ ഫുൾ ഫ്രീ ആവും നിങ്ങൾ. പിന്നെ അവരുടെ ചീത്ത, ഇവരുടെ ചീത്ത, അവർ പറഞ്ഞത്, ഇവർ പറഞ്ഞത്, കൊടുക്കാനുള്ളത്, എടുക്കാനുള്ളത് ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. ഞാൻ പീസ്ഫുള്ളായിട്ട്. അങ്ങനെ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഡിറ്റാച്ച്ഡ് ആവുക. പ്രശ്നങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുക, ആളുകളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുക, കാര്യങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുക. ആ സമയത്ത് തന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് പറഞ്ഞോളൂ. ഈ സമയം എനിക്ക് ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ, മരിക്കാനൊന്നും അല്ല കേട്ടോ പറയണത്. പക്ഷേ ആ മൊമെൻറ്റ്, ആ ഒരു തോട്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടൊരു സൈലൻസ് ഉണ്ട്. എല്ലാ ചോദ്യങ്ങളെയും അവസാനിപ്പിക്കുന്നൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. ആ ഒരു മൊമെൻറ്റിലിരുന്നിട്ട് നിങ്ങൾ ഈശ്വരൻ്റെ മുന്നിലിരുന്ന് നോക്കുക, ഭഗവാനെ ഇപ്പം എനിക്ക് സമാധാനമായി, എല്ലാം കഴിഞ്ഞു,
നീയും ഞാനും മാത്രം. അപ്പോൾ നിൻ്റെ ശക്തി എന്നിൽ നിറയട്ടെ. അങ്ങനെ നിങ്ങൾ ആ സമയത്തിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ മനസ്സിനെ മുഴുവൻ കാര്യങ്ങളിൽ നിന്ന് ടോട്ടൽ ഫ്രീ ആക്കിക്കൊണ്ട് ഈശ്വരനും ഞാനും മാത്രമാകുമ്പോൾ മനസ്സിനുള്ളിലേക്ക് ഒരു ശക്തമായ ഊർജ്ജം പ്രവഹിക്കാനുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എത്ര മിനിറ്റ് ഇരിക്കാൻ പറ്റും അത്ര മിനിറ്റ്. സപ്പോസ് നിങ്ങൾ ഉറങ്ങാൻ പോകും മുന്നേ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ ദ ബെസ്റ്റാണ്. അങ്ങനെ നിങ്ങൾ വിചാരിച്ച് ഈശ്വരനെ മാത്രം കണ്ട് ഐ എം റിലാക്സ്ഡ്, ഐ എം ടോട്ടലി റിലാക്സ്ഡ്, എനിക്കൊരു ബന്ധനങ്ങളും ഇല്ല, ഞാൻ ടോട്ടൽ ഫ്രീ ആയി, എല്ലാം കഴിഞ്ഞു, ഞാൻ എന്തൊരു സുഖം, എന്തൊരു ആശ്വാസം, ഇങ്ങനെയൊക്കെയുള്ള തോട്ട്സ് വരാൻ തുടങ്ങും. അവിടെ ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ ലയിച്ച് ആനന്ദിച്ച് ഉറങ്ങി നോക്ക്. രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ എവിടെന്നെങ്കിലും ടച്ച് ആവാൻ തുടങ്ങും. അഥവാ ആ എനർജി, ആ സൈലൻസിൻ്റെ പവർ പോയിട്ട് നിങ്ങളെ സഹായിക്കേണ്ട ഏതെങ്കിലും ഒരാൾക്ക് പോയിട്ട് ഹിറ്റ് ചെയ്യും. നിങ്ങൾക്ക് തരാനുള്ള പൈസ ചിലപ്പോൾ വന്നെന്ന് വരും, അല്ലെങ്കിൽ ആർക്കെങ്കിലും സഹായിക്കണം തോന്നിയെന്ന് വരും. ശരീരത്തിൻ്റെ രോഗമാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും വലിയൊരളവിൽ നമുക്ക് റിലാക്സേഷൻ ഫീൽ ചെയ്യാൻ തുടങ്ങും. സംബന്ധങ്ങളുടെ പ്രശ്നമാണ് നിങ്ങളുടെ പ്രോബ്ലം എങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ശാന്തിയുടെ ഒരല, ആരോടായിട്ടാണോ നമുക്കുള്ള പ്രോബ്ലം, ആരോടായിട്ടുള്ള റിലേഷനിലാണോ നിങ്ങൾക്ക് ആ പ്രശ്നം, അവരെ വളരെയധികം ശാന്തമാക്കാൻ തുടങ്ങും. ഇതൊരു മാജിക്കൽ ചേഞ്ചാണ് നമ്മളുള്ളിൽ ക്രിയേറ്റ് ചെയ്യുക. അതുകൊണ്ട് മനസ്സിനെ സമ്പന്നമാക്കുക. അങ്ങനെ നമുക്ക് ഭഗവാനായിട്ട് കണക്ട് ആവാൻ പറ്റിയാൽ, കണക്ഷൻ കിട്ടാൻ തുടങ്ങിയാൽ ഒരിക്കലും പിന്നെ അത് വിട്ടുപോകരുത്. എഗെയിൻ ആൻഡ് എഗെയിൻ ഡെയിലി 20 minutes 30 minutes നിങ്ങൾക്ക് പറ്റുമെങ്കിൽ രാത്രി ഉറങ്ങണേക്കാൾ മുന്നേ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കിക്കോ. അതിൻ്റെ എല്ലാ ബന്ധനങ്ങളും മുറിച്ചിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഉറങ്ങാൻ തുടങ്ങിക്കോ. വളരെ വേഗം നമ്മുടെ മനസ്സ് സമ്പന്നമാകാൻ തുടങ്ങും. മനസ്സ് സമ്പന്നാവുമ്പോൾ പേഴ്സും സമ്പന്നായിക്കോളും. മനസ്സിലെ ടെൻഷനാണ് പേഴ്സിലെ പൈസ ഒഴുക്കിക്കളയുന്ന സാധനം. മനസ്സ് ശാന്താകുന്നതോടെ പേഴ്സ് നിറയാൻ തുടങ്ങും. അനുഭവിച്ചു നോക്ക്, നിങ്ങൾ ചെയ്തു നോക്ക്. നിങ്ങൾ ഇതൊരു നല്ല സൊല്യൂഷനാണ്. എല്ലാം അവസാനിച്ചു എന്ന ഒരു തോന്നൽ വളരെ വേഗത്തിൽ നമ്മുടെ നിന്നൊക്കെ മോചനം കിട്ടും. എല്ലാം അവസാനിച്ചു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് കരയരുത്. ബട്ട് അനദർ ടൈം ഇതെല്ലാം അവസാനിച്ചു, ഞാൻ ഫ്രീ ആയി എന്ന് ചിന്തിക്കുക. ആ ഒരു മൊമെൻറ്റിൽ എല്ലാത്തിനും മാറ്റം വരും. അതുകൊണ്ട് നമ്മുടെ മനസ്സിലെ സങ്കല്പങ്ങളാണ്. ധനം എന്ന് പറയുന്നത് ഊർജ്ജമാണ്. മനസ്സിലെ പോസിറ്റിവിറ്റി നിറയ്ക്കാൻ സാധിച്ചാൽ നമുക്ക് അന്തരീക്ഷത്തിൽ നിന്ന് പോസിറ്റിവിറ്റിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ പ്രപഞ്ചത്തിൽ നിന്ന് എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ അടുത്തേക്ക് ഒഴുകി എത്താൻ തുടങ്ങും. പക്ഷേ ഫുൾ സ്റ്റോപ്പ് ഇടാതെ ഇതിൻ്റെ ഉള്ളിൽ കുരുങ്ങി കിടക്കുമ്പോൾ പലയിടത്ത് കൊളുത്തി കിടക്കുന്ന നിങ്ങളെ ആർക്കാ പിടിക്കാൻ കിട്ടുക? പ്രപഞ്ചത്തിന് നിങ്ങളെ സഹായിക്കാൻ വിചാരിച്ചാൽ പോലും പറ്റില്ല. ഈശ്വരൻ നിങ്ങളുടെ അടുത്തേക്ക് സഹായത്തിൻ്റെ കൈകൾ നീട്ടുമ്പോൾ അത് കാണാനോ സ്വീകരിക്കാനോ നിങ്ങൾക്ക് പറ്റില്ല. അവിടെ എല്ലാത്തിനെയും ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ആ കയ്യിൽ മാത്രം മുറുക്കെ പിടിച്ചു നോക്ക്. അവിടെ നിന്ന് വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ഈശ്വരൻ്റെ ആ ഒരു സാന്നിധ്യവും സുഖവും അനുഭവിക്കാൻ സാധിക്കട്ടെ. ആ സാന്ത്വനത്തിൻ്റെ സുഖം അനുഭവിക്കാൻ നിങ്ങൾക്കാവട്ടെ എന്ന് സർവശക്തനായ